എവറിറ്റ് ഷൈൻ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നമ്മൾ അതിനകത്ത് ബേബി ചേച്ചി മേരി ചേച്ചി വന്നില്ലായിരുന്നു, അപ്പൊ അവരുടെ ആ ഒരു റെസ്പോൺസ് ഉണ്ടല്ലോ, അത് ശരിക്കും ബൈ മിസ്റ്റേക്ക് കിട്ടിയ റെസ്പോൺസ് ആണോ അതോ അതുപോലെ അവർ അഭിനയിച്ചാണോ? കാരണം ഇത്രയും നാച്ചുറൽ ആയിട്ട്. ബേബി മേരി ആക്ട് ചെയ്യാൻ വന്നപ്പോൾ ഞാൻ ആക്ച്വലി ഒരു ഓഡിഷൻ നടത്തിയപ്പോൾ ഇവരിങ്ങനെ ഒരു 60-70 ആളുകൾ ഇവിടെ സ്റ്റുഡിയോയിൽ ഓഡീഷന് വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പം ഞാൻ ഓഡീഷന് വേണ്ടി ആളുകളെ വിളിച്ചപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന രീതിയിൽ സിനിമയിൽ ജൂനിയർ ആർട്ടിസ്റ്റുകളായിട്ട് പോകുന്ന ആളുകളെ വിളിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ അവർക്ക് സിനിമയിൽ അവർ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വന്ന് നിന്ന് എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണ്. അവർ ചിലപ്പോൾ ഒരു പാസിങ്ങിനായിരിക്കും പോയിട്ടുണ്ടാവുക, ചിലപ്പോൾ ഒരു ദിവസം അവർ ഷോട്ട് എടുത്തിട്ടുണ്ടാവില്ല, ചിലപ്പോൾ സിനിമ കാണുമ്പോൾ ഇവരുടെ മുഖം വന്നിട്ടുണ്ടാവില്ല. കാരണം അവരുടെ ജോലി അതിൻ്റെ ആംബിയൻസ് സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് പുറകിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അവരൊരു ജോലിയായിട്ട് അതിനെ കാണുന്നു, അവർ വരുന്നു. അങ്ങനെ ഈ ബേബി എന്ന് പറയുന്ന ആളും മേരി, അവരുടെ ഒറിജിനൽ പേരും അത് തന്നെയാണ്. 2 പേരും 8 വർഷത്തോളം സിനിമയിൽ ആക്ട് ചെയ്തിട്ടുള്ള ആളുകളാണ്. 10-100 സിനിമകളിൽ ആക്ട് ചെയ്തിട്ടുള്ള ആളുകളാണ് അവർ 2 പേരും. അപ്പോൾ അവർക്കറിയാം ഈ സിനിമയിൽ ഇങ്ങനെയാണ്. സിനിമയിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ചിലപ്പോൾ ഉണ്ടാവും, ചിലപ്പോൾ ഒരു മുഖം ചിലപ്പോൾ കണ്ടാലായി എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണ് അവർക്ക്. അപ്പോൾ അവർക്ക് എന്ത് കിട്ടിയാലും അവരുടെ മുഖം ഒന്ന് കറക്റ്റായിട്ട് ക്ലോസപ്പ് വന്നാൽ അവർ ഹാപ്പി ആയിരിക്കും എന്ന് എനിക്കറിയാം. അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾ മാത്രമല്ല അവർക്ക് നല്ല ക്ഷമയുണ്ടാവും എന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ അവരെ നോക്കിയത്. അപ്പോൾ ആ കൂടെ ഒരു പെർഫോം ചെയ്യിപ്പിച്ച് നോക്കിയപ്പോൾ എല്ലാവരും വളരെ ഹാപ്പി ആയിട്ടാണ് പെർഫോം ചെയ്യുന്നത്. അല്ലെങ്കിൽ ഞാൻ രാവിലെ തുടങ്ങിയ ഒരു ഓഡീഷൻ്റെ ഒരു ഉച്ചയൊക്കെ ആയപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് തിരക്കുള്ളവർക്ക് വേണമെങ്കിൽ പോകാം, ഉച്ചയായി, ഇത്രയും സമയം ഇത്രയും ആളുകൾ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഞാൻ പറഞ്ഞു, ഒന്നുകിൽ ഞാൻ ജസ്റ്റ് നിങ്ങളുടെ പേര് മാത്രം ചോദിച്ചിട്ട് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് പോകാൻ തിരക്കുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ വിശദമായിട്ട് എല്ലാവരും കൊണ്ട് പെർഫോം ചെയ്യിപ്പിച്ചിട്ട് നോക്കാം, പക്ഷേ അതിന് സമയമെടുക്കും. ആ സമയം നിങ്ങൾക്ക് ക്ഷമിച്ച് നിൽക്കാൻ പറ്റുവാണെങ്കിൽ ഓരോരുത്തരെയും ഡീറ്റെയിൽ ആയിട്ട് ഓഡിഷൻ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, സാറിന് ഞങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ചെയ്താൽ മതി, സാറ് സമയമെടുത്ത് ചെയ്തു, ഞങ്ങൾക്കിത് നല്ല ശീലമുണ്ട്, ഞങ്ങൾ നിന്നോളാമെന്നുണ്ട്. അങ്ങനെ വളരെ ക്ഷമയോടുകൂടി 70 ആളുകളോളം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഈ ഒരു ഓരോരുത്തരെ എടുക്കുന്ന. അപ്പോൾ അവർക്ക് ഹാപ്പിനെസ്സാണ് കണ്ടോ, അത്രയും നമ്മളിത് നോക്കുന്നുണ്ട്, കെയർ ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോൾ അതിൽ പലരും ഒരു ഡയലോഗ് പോലും പറയാത്ത ഒരുപാട് ആളുകളുണ്ടായിരുന്നു. എക്സ്ട്രീംലി ടാലൻറ്റഡ് ആയിട്ടുള്ള നല്ല ടൈമിംഗ് ഉള്ള ഒരുപാട് പേരുണ്ടായിരുന്നു. അതിനകത്ത് എനിക്ക് കൗതുകം തോന്നിയവരെയൊക്കെയാണ് ഞാൻ തിരഞ്ഞെടുത്തത്. ഞാൻ ബേബിയോട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ, ഓഡീഷൻ്റെ സമയത്ത് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ എന്തോ കാര്യം ചോദിച്ചപ്പോൾ ബേബി പെട്ടെന്ന് ചിരിച്ചു. അപ്പോൾ ഇത് ഞാൻ മാർക്ക് ചെയ്ത് വെച്ചു. എനിക്കത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അപ്പോൾ എനിക്കറിയാം ബേബി എപ്പോൾ ചിരിക്കാൻ സാധ്യതയുണ്ടെന്നുള്ള ഒരു കാൽക്കുലേഷനിൽ നോക്കിയിരുന്നിട്ട് അത് നാച്ചുറലി അത് നമ്മളവിടുന്ന് അവരറിയാതെയൊക്കെ അറിഞ്ഞും അറിയാതെയൊക്കെ നമ്മളിത് ക്രിയേറ്റ് ചെയ്തെടുത്തതാണ്. പിന്നെ അവരെ കംഫർട്ടബിളാക്കി, അവരെ പാമ്പർ ചെയ്തു, കെയർ ചെയ്തു ഒക്കെയാണ് ആ സീൻ ഷൂട്ട് ചെയ്തത്.